പത്തനംതിട്ട ചുങ്കപ്പാറയിൽ വിറകുപുരയ്ക്കുമേൽ മരം വീണ് ഗൃഹനാഥൻ മരിച്ചു. വെള്ളിക്കര ബേബി ജോസഫാണ് മരിച്ചത്. AV ജയശങ്കർ വിവരങ്ങൾ നൽകും പത്തനംതിട്ടയിൽ നിന്ന്. ജയശങ്കർ, കോട്ടയം, പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ വലിയ നാശനഷ്ടമാണ് ഇന്ന് ഉച്ചയ്ക്ക് ശേഷമുണ്ടായ കാറ്റിൽ സംഭവിച്ചിരിക്കുന്നത്. ഇവിടെ ഈ ചുങ്കപ്പാറയിൽ എന്താണ് സംഭവിച്ചത്? ഈ ഗൃഹനാഥന്റെ മരണത്തിലേക്കിടെ സാഹചര്യം എന്താണ്? വിജയകുമാർ, ഇന്ന് ഉച്ചയ്ക്ക് ശേഷം പത്തനംതിട്ട ജില്ലയുടെ മലയോര മേഖലയിൽ ശക്തമായ കാറ്റാണ് ആഞ്ഞു വീശിയത്. ഇതിനിടയിലാണ് ഇത്തരത്തിലൊരു അപകടവും പിന്നാലെ മരണവും സംഭവിക്കുന്നത്. ഈ വെള്ളരിക്കര ബേബി ജോസഫാണ് ഇത്തരത്തിൽ വിറകുപുരയ്ക്ക് മേൽ മരം വീണ് ഇത്തരത്തിൽ മരണപ്പെട്ടത്. ഇദ്ദേഹത്തിന് മുകളിലേക്ക് ഈ മരം പതിക്കുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. പത്തനംതിട്ട ചുങ്കപ്പാറയിലാണ് ഇദ്ദേഹത്തിന്റെ സ്ഥലം. ഈ ചുങ്കപ്പാറയിൽ ഇദ്ദേഹത്തിന് വീടിനോട് ചേർന്ന് തന്നെയാണ് ഈ വിറകുപുര. ഈ വിറകുപുരയ്ക്ക് മുകളിലാണ് മരം വീണത്. പിന്നാലെയാണ് ഇദ്ദേഹത്തിന് മുകളിലേക്ക് ഈ വിറകുപുരയിൽ ഉണ്ടായിരുന്ന മരങ്ങളും ഒപ്പം തന്നെ ഈ മുറിഞ്ഞു വീണ മരവും ഒക്കെ വീണ് അപകടമുണ്ടായത്. ഉച്ചയ്ക്ക് ശേഷം ശക്തമായ കാറ്റും മഴയൊക്കെ ഉണ്ടായി. ഈ ദൃശ്യങ്ങൾ വളരെയധികം വേദനപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് അവിടെ നിന്ന് കാണിച്ചത്. നമുക്ക് ഓണയർ ഉൾപ്പെടെ കാണിക്കാൻ സാധിക്കാത്ത അത്ര ഭീകരപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണ് അവിടെ നിന്ന് നമ്മൾ കണ്ടത്. എന്തായാലും ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഉണ്ടായ ശക്തമായ കാറ്റിലായിരുന്നു അപകടം. പത്തനംതിട്ട ജില്ലയിൽ ശക്തമായ മഴയും കാറ്റും ഉണ്ടാകുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ജാഗ്രതാ നിർദ്ദേശം പുലർത്തണമെന്ന ജില്ലാ ഭരണകൂടം ഇതിനോടകം തന്നെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. നാളെ ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയുണ്ട്. ഒപ്പം തന്നെ ഈ മലയോര യാത്രകൾ ഉൾപ്പെടെ നടത്തുന്ന ആളുകൾ ജാഗ്രത പുലർത്തണമെന്ന് ജില്ലാ ഭരണകൂടം ഇതിനോടകം തന്നെ മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട്. ഈ മരങ്ങൾ ഉൾപ്പെടെ കടപുഴകി വീഴാനുള്ള ഒരു സാധ്യത കണക്കിലെടുത്താണ് ഈ മലയോര മേഖലയിൽ ഉള്ള രാത്രികാല യാത്രയ്ക്ക് ഉൾപ്പെടെ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഉച്ചയ്ക്ക് ശേഷം ഈ മരം മറ്റും കടപുഴകി വീണ് KCBക്ക് ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമുണ്ടായെന്നാണ് മനസ്സിലാക്കുന്നത്. റാന്നി പെരുന്നാട് മേഖലയിലാണ് വ്യാപകമായ കാറ്റിൽ മരം കടപുഴകി വീഴുന്ന സാഹചര്യം ഉണ്ടായത്. ഒപ്പം തന്നെ കോന്നിയിലും സമാനമായ രീതിയിൽ ഈ മരം കടപുഴകി വീണുകൊണ്ട് വ്യാപക നാശനഷ്ടങ്ങൾ ഇന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ ഒരു മരണം ജയശങ്കറാണ് പത്തനംതിട്ടയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.